കഥയെ ആരംഭിക്കുന്നത് ലെയ്ജുനിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലെയ്ജുനിന്റെ ഭാര്യയും മകളും ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ട് 10 കൊല്ലത്തോളമാകുന്നു. ആ അപകടത്തിൽ മരണപ്പെട്ട ഭാര്യയെയും മകളെയും തിരിച്ചറിയുകയും അടക്കം ചെയ്യുകയും ചെയ്തെങ്കിലും അന്ന് അപകടത്തിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ലെയ്ജുനിന്റെ മകനെ കാണാതായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി സ്ഥിരമായി ലെയ്ജുൻ പോലീസ് സ്റ്റേഷനിൽ പോകും. തന്റെ മകന്റെ മൃതശരീരം കിട്ടിയോ അല്ലെങ്കിൽ അവനെ കണ്ടെത്തിയോ എന്ന് അന്വേഷിക്കും. പക്ഷേ എന്നിരുന്നാലും പോലീസിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം ലെയ്ജുനിന് ഒരിക്കലും കിട്ടിയിരുന്നില്ല. ലെയ്ജുൻ മുമ്പ് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ചെയ്ത് കുടുംബത്തിനൊപ്പം സമാധാനത്തോടെ ജീവിക്കാനിരിക്കുമ്പോഴാണ് ആ ദുരന്തം ലെയ്ജുനിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ ദുരന്തം ലെയ്ജുനിനെ ഒന്നാകെ തകർത്തു കളഞ്ഞു. അന്നും പതിവ് പോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലെയ്ജുൻ മടങ്ങുകയാണ്. പതിവ് പോലെ ബസ്സിലായിരുന്നു യാത്ര. ബസ്സിലെ ഡ്രൈവർക്ക് ലെയ്ജുനിനെ പരിചയമുണ്ട്. ലെയ്ജുനിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആ ഡ്രൈവർ ലെയ്ജുനിനോട് സംസാരിച്ചു. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ഒക്കെ വിട്ടുകളഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു ജീവിതം നയിക്കുവാൻ ലെയ്ജുനിനെ അയാൾ ഉപദേശിച്ചു. പക്ഷേ തന്റെ മകനെ കണ്ടെത്തി അടക്കം ചെയ്യുന്നതുവരെയോ ഇല്ലെങ്കിൽ കണ്ടെത്തുന്നതുവരെയോ തനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നായിരുന്നു ലെയ്ജുനിന്റെ മറുപടി. ലെയ്ജുനിന്റെ മകന്റെ കഴുത്തിന് പിറകിലായി ഒരു ചുവന്ന റെഡ് മാർക്ക് ഉണ്ടായിരുന്നു. കോഴ്സ് എന്ന ടൗണിലെ സ്ലംസിനോട് ചേർന്ന ഭാഗത്തായിരുന്നു ലെയ്ജുൻ താമസിച്ചുകൊണ്ടിരുന്നത്. ചെറിയൊരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ റെന്റിനെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് തന്റെ ജീവിതം ലെയ്ജുൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവിടെ അങ്ങനൊരു സ്റ്റോർ എടുത്ത് നടത്തുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമുണ്ട്. പ്രധാനമായും കലാപത്തിൽ തന്റെ ഭാര്യയെയും മകളെയും കൊന്നവരെ കണ്ടെത്തുക എന്നതായിരുന്നു അത്. അന്ന് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ കുറച്ച് തിരക്കേറിയ ദിവസമായിരുന്നു. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ലെയ്ജുനെ അപമാനിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചുവന്ന വസ്ത്രധാരിയായ ഒരു ലേഡി അതിലിടപെട്ടു. പ്രശ്നമുണ്ടാക്കുന്ന ലെയ്ജുനെ അപമാനിക്കുന്ന വ്യക്തിയെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന വ്യക്തിക്ക് താൻ വലിയൊരു ഡിസ്കൗണ്ട് തന്നെ നൽകും എന്നവർ പറഞ്ഞു. കേൾക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മനുഷ്യൻ അഹങ്കാരിയായ ലെയ്ജുനെ കളിയാക്കിക്കൊണ്ടിരുന്ന മനുഷ്യന് മുമ്പിലേക്ക് വന്ന് അയാളെ അവിടെ നിന്ന് വിരട്ടിയോടിക്കാൻ ശ്രമിച്ചു. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ലോക്കൽ പോലീസിലെ 2 ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ലെയ്ജുനെ അവർക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെ വലിയൊരു ഭൂകമ്പം പോലൊന്ന് സംഭവിക്കുന്നത്. ആ സ്ഥലം മുഴുവനായും തകർത്ത് കളയത്തക്ക സ്ട്രോങ്ങിലുള്ളത്. ഒരു സ്ഫോടനത്തിന്റെ ബാക്കിപത്രം പോലെയും അത് തോന്നുമായിരുന്നു. ഈ സംഭവങ്ങൾ അരങ്ങേറുന്നതിന് കൃത്യം 1 മണിക്കൂർ മുമ്പ് കഥ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് നീളുന്നു. ഒരു സേഫ് ഹൗസ്. 2 FBI ഏജന്റ്സും അവിടെ കാവലുണ്ടായിരുന്നു. 3 ചെറിയ കുട്ടികൾ സേഫ് ഹൗസിന്റെ മുമ്പിലേക്ക് എത്തി. അവർ മുട്ടയും മറ്റു വസ്തുക്കളും സേഫ് ഹൗസിലേക്ക് വലിച്ചെറിയാൻ ആരംഭിച്ചു. തൊട്ടു പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ഒരു സംഘം തീവ്രവാദികൾ കടന്നു വന്നത്. അവർ അവിടെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ ഒരു FBI ഏജന്റിന്റെ ജീവനും ഒരു ബുള്ളറ്റ് എടുത്തു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ആ സേഫ് ഹൗസിനുള്ളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. FBI പ്രൊട്ടക്ട് ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അത്. തീവ്രവാദി സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു ചാടിയ ഒരു പെൺകുട്ടിയാണ് അവർ. അവളെ പിടികൂടാനാണ് തീവ്രവാദി സംഘം നിലവിൽ അങ്ങോട്ടേക്കെത്തി സേഫ് ഹൗസ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്തുണ്ടായിരുന്ന FBI ഏജന്റ് പുറത്തത്രയും പ്രശ്നം നടക്കുമ്പോ അകത്താ പെൺകുട്ടി സേഫാണോ എന്ന് നോക്കുവാൻ ചെന്നു. പക്ഷെ പിൻവഴിയിലൂടെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നാലെ തീവ്രവാദി സംഘം സേഫ് ഹൗസിനകത്തേക്ക് കടന്നു കയറി. സ്പെഷ്യൽ ഫോഴ്സസ് ഏജന്റ്സ് ആയ FBI ഏജന്റ്സും മറ്റും തീവ്രവാദികൾക്കെതിരെ ആക്രമണത്തിൽ ഏർപ്പെട്ടു. വലിയ ഷൂട്ടൌട്ട് തന്നെ നടന്നു. പക്ഷേ ആളെണ്ണത്തിൽ കൂടുതലുള്ള തീവ്രവാദികൾക്കെതിരെ പിടിച്ചു നിൽക്കൽ അവർക്കൊട്ടും എളുപ്പമായിരുന്നില്ല. FBI ഏജന്റ്സ് മുഴുവൻ കൊല്ലപ്പെട്ടു. ക്യാപ്റ്റനെ ബന്ദിയാക്കി തീവ്രവാദി സംഘം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ പെൺകുട്ടി എങ്ങോട്ടേക്കൂടി രക്ഷപ്പെട്ടു എന്ന് ചോദ്യം ചെയ്തത് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന തീവ്രവാദി സംഘത്തിന്റെ ബോസായിരുന്നു. പക്ഷേ FBI ക്യാപ്റ്റനും അവൾ എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടത് എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സൈലന്റ് ആയിട്ടിരുന്നു. തൊട്ടു പിന്നാലെ തീവ്രവാദി സംഘത്തിന്റെ ബോസിന് ഒരു ഫോൺ കോൾ വന്നു. അവർക്ക് ഫണ്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ കോളായിരുന്നു അത്. കൂട്ടത്തിൽ ഉണ്ടാവുകയും ചതിച്ച് പുറത്തു കിടക്കുകയും ചെയ്ത് ആ പെൺകുട്ടിയെ പറ്റി അദ്ദേഹം അറിഞ്ഞിരുന്നു. എത്രയും വേഗം അവരെ കണ്ടെത്തി കൊലപ്പെടുത്താനും ഇല്ലെങ്കിൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ആപത്താണ് എന്നും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 12 മണിക്കൂറിനുള്ളിൽ അവളെ കണ്ടെത്തി കൊലപ്പെടുത്തണമെന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഫണ്ടിങ്ങും സപ്പോർട്ടുമൊക്കെ താനിതോടെ അവസാനിപ്പിക്കും എന്നും അയാൾ വ്യക്തമാക്കി. തീവ്രവാദി സംഘത്തിന്റെ ബോസിനും അത് നിർണായകമായിരുന്നു. അപ്പോഴായിരുന്നു തീവ്രവാദി സംഘത്തിലെ ചെറിയെന്ന പെൺകുട്ടി ബോസിന്റെ മുമ്പിലേക്ക് വന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥയായ ഒരു പോരാളിയാണ് അവൾ. പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിംഗ് ഡിവൈസ് ഉപയോഗിച്ച് ആ പെൺകുട്ടിയുള്ള ഇടം താൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നവൾ ബോസിനോട് പറഞ്ഞു. അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സ്യൂജി എന്നു പേരുള്ള തന്റെ ടീമിലെ പ്രധാന വ്യക്തിയെ കണ്ട് തീവ്രവാദി സംഘത്തിന്റെ ബോസ് ഒരു കാര്യം പറഞ്ഞു. ടൗണിലേക്ക് പ്രവേശിക്കാൻ ഒരു പാലമുണ്ട്. ആ പാലം അങ്ങ് തകർത്തു കളഞ്ഞേക്കുക. ടൗണിൽ നിന്ന് പോവാനും വരാനും ഒരേ ഒരു മാർഗം അതാണ്. അത് തകർത്താൽ നമ്മളെ ചതിച്ച് പുറത്തു ചാടിയവൾക്ക് ഇവിടം വിട്ട് പുറത്തു പോകുവാൻ സാധിക്കില്ല.
ആർക്കും അകത്തേക്ക് വന്നവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. കഥ അവിടെ നിന്നും ലേജുനിന്റെ അടുത്തേക്ക് വരുന്നു. ഷോപ്പിലുണ്ടായിരുന്ന ഏവരും ഭൂകമ്പത്തെ തുടർന്നുള്ള ലാൻഡ്സ്ലൈഡ് കാരണം ടൗണിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി പാലം നശിച്ചുപോയ വിവരം റേഡിയോയിലൂടെ അറിയുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ചെറിയൊരു ടൗണിൽ അവിടെയുള്ള അത്രയും പേർ ട്രാപ്ഡായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു പാസ്റ്റർ പരിക്കേറ്റ ഒരു കുട്ടിയുമായി ഒരു പെൺകുട്ടിക്കൊപ്പം അങ്ങോട്ടേക്ക് എത്തുന്നത്. പാസ്റ്ററിനൊപ്പമുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ആ ലേഡിയുടെ പേര് ലിൻവാൻ എന്നായിരുന്നു. ലിൻവാനിനെയാണ് തീവ്രവാദി സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റ കുട്ടിയുമായി അവർ അങ്ങോട്ടേക്ക് എത്തിയതും ലേജുൻ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പല കാര്യങ്ങളിലും ലേജുനിന് വലിയ മികവുണ്ടായിരുന്നു. വൈകാതെ അങ്ങോട്ടേക്ക് തീവ്രവാദി സംഘത്തിലെ ആളുകൾ എത്തിച്ചേരുകയാണ്. ലേജുനിന്റെ സ്റ്റോർ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുത്ത് അവർ പുറത്ത് ഗണ്ണുമായി നിന്നു. തങ്ങൾ പ്രശ്നമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവിടെ നിന്നാൽ തങ്ങളുടെ ജീവനും അപകടത്തിലായാലോ എന്ന് ചിന്തിച്ച് നേരത്തെ ലേജുനുമായി പ്രശ്നമുണ്ടാക്കിയ അഹങ്കാരിയായ ആ മനുഷ്യൻ തന്റെ 2 കൂട്ടാളികളുമായി പുറത്തേക്ക് വന്നു. തീവ്രവാദികളോട് സമാധാനം പോലെ സംസാരിച്ച് പുറത്തു പോവാനായിരുന്നു അയാളുടെ പദ്ധതി. പക്ഷെ അവർ പുറത്തെത്തി സംസാരിക്കാൻ തുടങ്ങിയതും തീവ്രവാദികൾ അവർക്കെതിരെ വെടിയുതിർത്തു. അഹങ്കാരിയായ മനുഷ്യന്റെ 2 കയ്യാളുകളും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഭയന്ന അഹങ്കാരിയായ മനുഷ്യൻ താഴെ വീണിരുന്നു. ലേജുനും മറ്റും ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അയാളെ കടയ്ക്കകത്തേക്ക് വലിച്ചെടുത്ത് ജീവനോടെ അയാളെ രക്ഷപ്പെടുത്തി. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് തീവ്രവാദി സംഘത്തിന്റെ പ്രധാന നേതാവ് ബോസ് വന്നെത്തുന്നത്. അവിടത്തെ കസേരയിൽ ബോസ് ഇരുന്നതും എല്ലാ തീവ്രവാദി മെമ്പേഴ്സും ബഹുമാനാർത്ഥം തങ്ങളുടെ മുട്ടുകുത്തി. ബോസിനെ അവരെല്ലാവരും ഫാദർ എന്നായിരുന്നു അഭിസംബോധന ചെയ്തത്. വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ തീവ്രവാദി ബോസിന് ഒറ്റയടിക്ക് ഏവരെയും കൊന്ന് പ്രശ്നം അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അയാൾ അതിന് തയ്യാറായില്ല. അയാൾ ചർച്ച ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ബോസിനേറെ വേണ്ടപ്പെട്ട കുട്ടിയായിരുന്നു ആ പാസ്റ്റർ കടത്തിക്കൊണ്ടുവന്നത്. വളരെ വെൽത്തിയായ ഒരു കുടുംബത്തിൽ നിന്ന് ബോസ് തട്ടിയെടുത്ത പയ്യനാണത്. ആ സമയം മറ്റൊന്നുകൂടി വ്യക്തമായി. ബോസിനെ ഫാദർ എന്ന് വിളിക്കുന്ന അവിടുള്ള ഓരോ തീവ്രവാദിയും കുട്ടിക്കാലത്തെ ബോസ് കിഡ്നാപ്പ് ചെയ്ത കുട്ടികളാണ്. അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ആയോധന കലകൾ പ്രാക്ടീസ് ചെയ്യപ്പെട്ട് മികച്ച തീവ്രവാദികളാകുവാൻ ബോസിന് അടിമപ്പെടുവാൻ പ്രാക്ടീസ് ചെയ്തെടുക്കപ്പെടുകയായിരുന്നു. ലീജുനിന് മുമ്പിലേക്ക് ബോസ് ഒരു ഓഫർ വെച്ചു. ഒരു പെട്ടി നിറയെ പണം. ആ പണമെടുത്ത് അവർ അവിടെ സുരക്ഷിതരാക്കി വെച്ചിരിക്കുന്ന പാസ്റ്ററെയും കുട്ടിയെയും ലേഡിയെയും വിട്ടുകൊടുക്കാൻ ബോസ് ആവശ്യപ്പെട്ടു. ലേജുനിന് 3 മിനിറ്റ് സമയമുണ്ടെന്നും 3 മിനിറ്റിനുള്ളിൽ തീരുമാനിച്ച് പുറത്തു വന്നില്ലെങ്കിൽ തുടരാക്രമണവുമായി താൻ മുമ്പോട്ടു പോകും എന്നും ബോസ് അറിയിച്ചു. മറ്റുള്ളവരെ പ്രശ്നത്തിലാക്കണ്ട എന്ന് കരുതി തീവ്രവാദി സംഘത്തിൽ നിന്ന് ഒളിച്ചോടിയ ലിൻ എന്ന ലേഡി പുറത്തേക്ക് ചെല്ലുവാൻ ഉറച്ചു. പുറത്തേക്ക് പോകുന്നതിനു മുമ്പ് തങ്ങളുടെ തീവ്രവാദി ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ ഒരു ഡിവൈസ് ലേജുനിന്റെ കയ്യിലേക്ക് അവൾ കൈമാറുന്നുമുണ്ട്. ലിൻ പുറത്തേക്ക് പോകുന്നതിനു മുമ്പ് ലേജുൻ അവളെ തടഞ്ഞു. തന്റെ സ്റ്റോറിന്റെ ഡോറുകൾ മുഴുവൻ അടച്ചു. ലേജുനും അവിടുള്ളവരും തനിക്ക് വേണ്ടവരെ വിട്ടുതരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ബോസ് തന്റെ പ്രധാനപ്പെട്ട പോരാളികളിൽ ഒരാളായ യൂസഫിനെ വിളിക്കുകയാണ്. ആജാന ബാഹുവായിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെയധികം പൊക്കവും വണ്ണവും ഒക്കെയുള്ള ഒരൊത്ത മനുഷ്യൻ, പ്രത്യേക രൂപത്തിലുള്ള ഒരു പടച്ചട്ടയടക്കം അയാൾ ധരിച്ചിരുന്നു. ബോസ് അയാളോട് അകത്ത് പോയി ലിന്നിനെയും കുട്ടിയെയും പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ നഗരം മുമ്പൊരു വാർസോൺ ആയിരുന്നു. പോരാത്തതിന് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന ഇടവും. അതുകൊണ്ട് തന്നെ ഓരോ ബിൽഡിങ്ങിനടിയിലും വലിയ ടണലുകളും ബങ്കറുകളും ഒക്കെയുണ്ട്. സ്റ്റോറിനടിയിലേക്കുള്ള സീക്രട്ട് ടണലിലേക്ക് രക്ഷപ്പെടുവാൻ ലേജുൻ ഏവരോടും പറഞ്ഞു. കടയിലുണ്ടായിരുന്നവരൊക്കെ ആ വഴിയിലേക്ക് പോയപ്പോ ഷോപ്പിലേക്ക് തിരികെയെത്തിയ ലേജുൻ കടന്നുവരാൻ പോകുന്ന തീവ്രവാദികൾക്കായി തന്റെ അറിവുകൾ ഉപയോഗിച്ച് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. സ്മോൾ ഗ്യാസ് കാനിസ്റ്ററുകൾ മൈക്രോവേവ് ഓവനിൽ വെച്ച് സ്ഫോടനം തീർക്കലായിരുന്നു അവന്റെ പദ്ധതി. തീവ്രവാദികൾ ഡോറൊക്കെ തകർത്ത് ഷോപ്പിനകത്തേക്ക് കയറിയതും മൈക്രോവേവ് ഓവനിൽ വെച്ചിരുന്ന ഗ്യാസ് ക്യാൻ പൊട്ടിത്തെറിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന സെറ്റ് ചെയ്തു വെച്ചിരുന്ന ആണികൾ നാലുപാടും ചിതറിത്തെറിച്ചു. പല തീവ്രവാദികളുടെയും ദേഹത്തേക്ക് അത് തുളച്ച് കയറുകയും അവരുടെ ജീവനെടുക്കുകയും ചെയ്തു. ഇതേസമയം ടണലിനകത്തുകൂടെ ലേജനും ബാക്കിയുള്ളവരും മറ്റൊരു വശത്തേക്ക് രക്ഷപ്പെട്ടു പോവാൻ നോക്കുകയായിരുന്നു. ഒരുപാട് നാളുകളായി ഉപയോഗിക്കാത്ത പാതയാണ്. ടണലിലൂടെ കുറച്ചു ദൂരം പോയതും ആദ്യം ഒരു ഡോർ വന്നു. തുരുമ്പ് പിടിച്ച് ഡോർ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്തിട്ടത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലേജൻ ചുറ്റിലും നോക്കി. തന്റെ കഴിവുപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൾബിൽ നിന്നും ഇലക്ട്രിസിറ്റി എടുത്ത് ആ ഡോർ തകർക്കുന്ന തരത്തിലേക്ക് ലേജൻ വിദഗ്ധമായി പ്രവർത്തിച്ചു. പക്ഷെ മുമ്പോട്ട് പോകുവാൻ കുറച്ച് സാധനങ്ങൾ വേണം. ഡിന്നർ നെയ്സും കുറച്ച് ഒബ്ജക്റ്റുകളും. തിരികെ കടയിലേക്ക് പോയി അത് എടുക്കേണ്ടി വരും. ആ സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്നാലേ അവർക്ക് മുമ്പോട്ടുള്ള യാത്ര നടക്കുകയുള്ളൂ. താൻ അത് എടുത്തിട്ട് വരാം, അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാൻ ലേജൻ അവരോടായി പറഞ്ഞു. പക്ഷെ തിരികെ ചെല്ലുമ്പോ തീവ്രവാദികൾ അവിടെ ഉണ്ടാകും. അവിടെയുള്ളവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ, കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തണമെങ്കിൽ എന്തെങ്കിലും വസ്തു ഉണ്ടാക്കിയേ തീരൂ. പെട്ടെന്നാണ് ലേജുൺ ഒന്നോർത്തത്. ചുവന്ന വസ്ത്രധാരിയായ സ്ത്രീ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് കുറേയധികം കോണ്ടംസ് ആയിരുന്നു. അവരിൽ നിന്ന് അത് വാങ്ങിയ ലേജുൻ അത്
ഉപയോഗിച്ച് കുറച്ച് വിഷമടങ്ങിയ ഒരു സ്മോക്ക് ബോംബ് തീർത്തു. ശേഷം അതുപയോഗിച്ച് ബോസിന്റെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ തെറ്റിച്ച് ലേജുനും കൂടെയുള്ള 2 പോലീസ് ഓഫീസേഴ്സും സ്റ്റോറിലേക്ക് തിരികെ വന്നു. ആവശ്യമുള്ള സാധനങ്ങൾ ലേജുൻ എടുക്കാനും തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മൈക്രോവേവിൽ സെറ്റ് ചെയ്തിരുന്ന ട്രാപ്പിനെ അതിജീവിച്ചിരുന്ന യൂസഫ് ലേജുനെ ആക്രമിക്കാൻ ആരംഭിച്ചു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. തന്റെ മികച്ച കഴിവുകൾ കൊണ്ട് യൂസഫിനെതിരെ പ്രതിരോധം തീർക്കാൻ ലേജുനിന് സാധിച്ചു. വളരെയധികം ടഫായ ഫൈറ്റായിരുന്നു. ഫൈറ്റിനിടയിൽ ഒടുവിൽ യൂസഫിനെ ലേജുൻ വകവരുത്തി. പിന്നാലെ അവശ്യ വസ്തുക്കളുമായി ലേജുൻ ടണലിലേക്ക് തിരികെ വന്നു. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് തുരുമ്പ് പിടിച്ച ഡോർ തകർത്തു. ഇതേ സമയം സ്റ്റോറിനകത്തേക്ക് ബാക്കിയുള്ള തീവ്രവാദികളും ബോസുമടക്കം കടന്നെത്തിയിരുന്നു. യൂസഫ് മരണപ്പെട്ടിരിക്കുന്ന അവസ്ഥ കണ്ട് ചെറിക്ക് സഹിച്ചതേയില്ല. ചെറിയുടെ രോഷം മിരച്ചു കയറാൻ തുടങ്ങി. ചെറിയെ സംബന്ധിച്ചിടത്തോളം യൂസഫ് ചെറിക്ക് തന്റെ മൂത്ത ജ്യേഷ്ഠനെ പോലായിരുന്നു. പണ്ടൊരു അനാഥാലയത്തിൽ എന്ന പോലെ എപ്പോഴും ചെറി ഒറ്റപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയെ ടേക്ക് കെയർ ചെയ്തത് ബോസും യൂസഫും ചേർന്നിട്ടായിരുന്നു. ഒരിക്കൽ യൂസഫ് അവൾക്ക് ചെറികൾ കൊടുത്തിട്ടുണ്ട്. അന്ന് മുതലാണ് അവളെ ചെറിയെന്ന് വിളിച്ചു തുടങ്ങുന്നതും. തന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു എന്ന് കണ്ടതും ചെറിയുടെ രോഷം മാളിക്കത്താൻ തുടങ്ങി. പ്രതികാരദാഹം ചെറിയുടെ ഉള്ളിലുടലെടുത്തു. ലേജുനെ വകവരുത്തണം എന്നവൾ തീരുമാനിച്ചുറപ്പിച്ചു. ഈ സമയമാണ് സ്യൂജി ഒരു കാര്യം മനസ്സിലാക്കി ബോസിനെ അത് അറിയിക്കുന്നത്. ലേജുൻ മുമ്പ് ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്നു എന്ന കാര്യം. വൈകാതെ തീവ്രവാദികൾ ടണലിനകത്തേക്കും കടന്നെത്തിയിട്ടുണ്ട് എന്ന് ലേജുൻ മനസ്സിലാക്കി. എല്ലാവരോടും മുമ്പിൽ പൊക്കോളാനും വരുന്ന തീവ്രവാദികളെ താൻ എതിരിട്ടോളാം എന്നും ലേജുൻ ഏവരെയും അറിയിച്ചു. പിന്നാലെ ചെറിയും സംഘവും ടണൽ വഴി അകത്തേക്ക് എത്തിച്ചേരുകയാണ്. ലേജുൻ അവർക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പോരാട്ടം ആരംഭിച്ചു. ശക്തമായ ഫൈറ്റായിരുന്നു നടന്നത്. മികച്ച നീക്കങ്ങളിലൂടെ ചെറിയുടെ കൂടെയുണ്ടായിരുന്ന തീവ്രവാദികളെ മുഴുവൻ ലേജുൻ വകവരുത്തി. പിന്നെ വൈകിയില്ല. ചെറിയുമായുള്ള നേരിട്ടുള്ള ഫൈറ്റ് ആരംഭിച്ചു. ശക്തമായ ഒരു പോരാട്ടമായിരുന്നു. ചെറി മികച്ച പ്രൊഫഷണൽ ഫൈറ്റർ ആയിരുന്നു. ലേജുനിന് സാരമായ പരിക്കുകളൊക്കെ പറ്റുന്നുണ്ടെങ്കിലും കൂടുതൽ എക്സ്പീരിയൻസും പവർഫുള്ളുമായ ലേജുൻ ചെറിയെ ആക്രമിച്ച് വകവരുത്തുകയാണ്. തനിക്കിനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ടതും അവസാന ഘട്ടത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന 2 ഗ്രനേഡുകൾ ചെറി താഴേക്കിട്ടിരുന്നു. ടണലിനകത്തു തന്നെ വലിയൊരു സ്ഫോടനം നടന്നു. ലേജുനും താഴെ തെറിച്ച് പരിക്കേറ്റ് ബോധരഹിതനായി വീണിരുന്നു. കുറച്ചു കഴിഞ്ഞതും വാച്ചിലെ ശബ്ദം കേട്ടാണ് ലേജുൻ കണ്ണു തുറന്നത്. പിന്നാലെ എഴുന്നേറ്റ് ലേജുൻ രക്ഷപ്പെട്ടു പോയവരുള്ള പാതയിലേക്ക് ചെല്ലാൻ തുടങ്ങി. മുമ്പോട്ട് പോയപ്പോൾ ഒരിടത്തവർ പെട്ടുനിൽക്കുകയായിരുന്നു. ടണലിലെ അടുത്ത ആർംഡ് ഡോർ എന്ത് ചെയ്താൽ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തിരികെ പോവാനും സാധിക്കില്ല. ഗ്രനേഡ് സ്ഫോടനത്താൽ ടണലിന്റെ മറുവശവും പൂർണ്ണമായും അടയ്ക്കപ്പെട്ടിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ അവരവിടെ കുടുങ്ങിയിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഓഫീസർ കാറ്റ് വീശുന്ന ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയുന്നത്. എങ്ങോട്ടേക്കോ തുറക്കുന്ന ഒരു പാതയുണ്ടാകാം എന്നയാൾ മനസ്സിലാക്കി. കുറേയധികം നേരത്തെ തിരച്ചിലിനൊടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ ഒരു ഗ്യാപ്പ് അവർ കണ്ടെത്തുകയാണ്. അതുവഴി അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കടന്ന് അവർ ടണലിന്റെ ടോപ്പിലേക്ക് എത്തിച്ചേർന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന പഴയ അഹങ്കാരിയായ മനുഷ്യൻ തങ്ങൾ സുരക്ഷിതരാണ് എന്നവിടെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വെടിയുച്ച മുഴങ്ങിയത്. സ്നൈപ്പർ ഷോട്ട് പാഞ്ഞു വന്നവന്റെ ജീവൻ എടുത്തു. ചുവന്ന വസ്ത്രധാരിയായ സ്ത്രീയും കുട്ടിയും വെടിയേറ്റ് താഴെ വീണു. കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ഓഫീസറിനും വെടിയേറ്റു. ഏറ്റവും ഒടുവിൽ ബാക്കിയായത് ലേജുനും പാസ്റ്ററും ലിന്നും ഒരു ഓഫീസറും മാത്രമായിരുന്നു. ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്ന അവർ ലേജുനിന്റെ ഗോഡൌണിലേക്ക് എത്തി. ലേജുൻ തന്റെ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഗോഡൌൺ ആയിരുന്നു അത്. അവർ മൂവരോടും സുരക്ഷിതമായി എങ്ങോട്ടെങ്കിലും പൊക്കോളാനും തീവ്രവാദികളെ ഞാൻ നോക്കിക്കോളാം എന്നും ലേജുൻ പറഞ്ഞു. അവരെ പറഞ്ഞുവിട്ട ശേഷം ലേജുൻ അവിടെ കുറേയധികം ട്രാപ്പുകൾ സെറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പിന്നാലെയാണ് തീവ്രവാദി സംഘം കടന്നുവരുന്നത്. മറഞ്ഞിരുന്ന ലേജുൻ ഒരു തീവ്രവാദിയെ ഡ്രിൽ ഉപയോഗിച്ച് കൊലപ്പെടുത്തി. മറ്റൊരാളെ തൂക്കിക്കൊന്നു. കുറച്ചു സമയം
പിന്നിട്ടതും സൂചി തന്റെ ആളിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ ഡിവൈസ് എടുത്ത് സംസാരിച്ചത് ലീജുൻ ആയിരുന്നു. നേരിട്ട് വന്ന സൂചിയോട് തനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ലീജുൻ വെല്ലുവിളിച്ചു. സൂചി തന്റെ ആളുകൾക്കൊപ്പം അങ്ങോട്ടേക്ക് എത്തുമ്പോ തന്റെ ടീമിലെ മറ്റുള്ളവർ മരിച്ചത് കണ്ട് ഒന്ന് ഞെട്ടിയിരുന്നു. അവർ അകത്തേക്ക് എത്തിയതും ലീജുൻ തന്റെ ആദ്യത്തെ ട്രാപ്പ് റിലീസ് ചെയ്തു. അവരെയൊക്കെ അതിലൂടെ വകവരുത്തുകയുമുണ്ടായി. ആ ട്രാപ്പിനെ സർവൈവ് ചെയ്ത ഒരേ ഒരാൾ സൂചി മാത്രമായിരുന്നു. പിന്നാലെ ലീജുനും സൂചിയും തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുകയാണ്. ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത്. പക്ഷേ ഒടുവിൽ സൂചിക്കെതിരെ ശക്തമായി ഒരു പ്രഹരം തീർക്കുവാൻ ലീജുൻ ഒരുങ്ങുന്ന സമയത്ത് ലീജുനിന് വെടിയേറ്റു. അങ്ങോട്ടേക്കെത്തിയ മറ്റൊരു തീവ്രവാദിയായിരുന്നു ലീജുനെതിരെ വെടിയുതിർത്തത്. ഭാഗ്യവശാൽ അപ്പോഴേക്കും ലിന്നും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരാ തീവ്രവാദിയെ കീഴ്പ്പെടുത്തി. വെടിയേറ്റെങ്കിലും ലീജുൻ അങ്ങനെ പരാജയപ്പെടുമായിരുന്നില്ല. സൂചിയെ അനങ്ങാൻ പറ്റാത്ത തരത്തിൽ ലീജുൻ ഒരു ലോക്ക് ചെയ്ത് വീഴ്ത്തി. പക്ഷേ പെട്ടെന്ന് ഞെട്ടലോടെ ഒരു കാര്യം അവൻ ശ്രദ്ധിക്കുകയാണ്. ലീജുനിന്റെ കഴുത്തിന്റെ ഭാഗത്ത് കാണാതായ തന്റെ മകനെ പോലൊരു റെഡ് മാർക്കുണ്ട്. ആ ഒരു നിമിഷത്തിൽ സൂചി കാണാതായ തന്റെ മകനാണെന്ന് ലീജുൻ തിരിച്ചറിഞ്ഞു. ഉടനടി ലീജുൻ തന്റെ ലോക്ക് അഴിച്ചു. സൂചി ചാടിപ്പിടിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. ലീജുൻ സൂചിയെ തന്റെ മകനെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും സൂചിക്ക് അപ്പോഴും അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് ഞൊടിയിടയിൽ സൂചി ലീജുനെ കുത്തി. പിന്നാലെ തന്റെ മകന്റെ പേര് വിളിച്ച് അവന്റെ തലയിൽ പണ്ട് തലോടുന്ന പോലെ ലീജുൻ തലോടിയപ്പോഴാണ് അത് തന്റെ അച്ഛനാണ് എന്ന് സൂചി മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബിഗ് ബോസ് കയ്യിൽ ഒരു കത്തിയുമായി വന്നെത്തിയിരുന്നു. ലീജുനെ വകവരുത്താൻ ബോസ് ശ്രമിച്ചു. പക്ഷേ സൂചി ഉടനടി അത് തടയുകയാണ്. ബോസ് പിന്നാലെ സൂചിയോട് ലീജുനെ വകവരുത്താൻ പറഞ്ഞു. പെട്ടെന്ന് പഴയ ഓർമ്മകൾ തിരിച്ചെത്തി. ഒക്കെയും മനസ്സിലായിരുന്ന സൂചി തന്റെ കയ്യിലെ കത്തി കൊണ്ട് ബോസിന്റെ തന്നെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. പിന്നാലെ ലീജുൻ അവിടെ കുഴഞ്ഞു വീണിരുന്നു. അറിയാതെയാണെങ്കിലും തന്റെ അച്ഛനെയാണല്ലോ താൻ കൊന്നത് എന്ന കുറ്റബോധത്തിൽ സൂചി തലകുനിച്ച് അവിടെ ഇരുന്നുപോയി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം തീവ്രവാദി സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട ലിൻ മറ്റൊരു വിദേശ രാഷ്ട്രത്തേക്ക് പോവുകയായിരുന്നു. പഴയ പാസ്റ്ററെ കണ്ട് തീവ്രവാദി സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ കൈമാറാൻ ലിൻ ആഗ്രഹിച്ചിരുന്നു. എയർപോർട്ടിന് മുമ്പിൽ വെച്ച് അവൾ പാസ്റ്ററെ വിളിച്ചു വരുത്തി കണ്ടു. പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ആ പാസ്റ്റർ ഒരു ചതിയനായിരുന്നു. ലിന്നിൽ നിന്ന് വിവരങ്ങളടങ്ങിയ ഡ്രൈവ് കരസ്ഥമാക്കാനാണ് ലിന്നിനൊപ്പം അയാൾ കൂടെ നിന്നിരുന്നത്. തീവ്രവാദി സംഘത്തിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു അയാൾ. രണ്ടാം ഭാഗത്തിന് ഒരു തുടക്കമിട്ടുകൊണ്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ രസകരമായ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.